അപ്പോൾ എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണ്. ഇതുപോലെ പാവപ്പെട്ട കുറച്ച് അമ്മമാരുണ്ട്, നമ്മളെ അമ്മമാരെ പോലത്തെ അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുക്കാന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത്. ഇവരുടെ ഈ കൂട്ടായ്മയുടെ പേരാണ് ഫുൾ ജോളി ടീം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇവരെപ്പോഴും ഫുൾ ജോളിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മളെ അനിയന്മാർ, അതായത് ഫുൾ ജോളി ടീമിൻ്റെ വാർഷികം നടന്ന നിങ്ങൾക്കെല്ലാം അറിയാലോ. 6ാമത്തെ വാർഷികം കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ബാക്കി പൈസ കൊണ്ട് ഇവർ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മളെ അമലാഭവനിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉണ്ടാക്കി വണ്ടിയിലെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾ വാർഷികം കഴിഞ്ഞിട്ട് ടൂർ പോയല്ലേ? അപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചാൽ ഈ ബാക്കി പൈസേനെ കൊണ്ടാണ് ടൂർ പോയെന്നാണ്. അപ്പോൾ അതല്ല കേട്ടോ, വാസ്തവത്തിൽ അതെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവർ ആഴ്ചക്ക് എന്തോ ഒരു പൈസ എന്താ കുറി വെച്ചിട്ട് ആ പൈസേനെ കൊണ്ടാണ് ഇവർ പോയത് കേട്ടോ. അപ്പോൾ ഇവരാരും തെറ്റിദ്ധരിക്കരുത്. ഇവർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുക പറഞ്ഞാൽ വലിയ കാര്യം. അപ്പോൾ ഇവരെ വാർഷികത്തിൻ്റെ എല്ലാം കഴിഞ്ഞ അതിനെപ്പറ്റി നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം അതിൻ്റെ കാര്യങ്ങളിലും. നമ്മുടെ രാജേട്ടൻ അത് വഴി പോകുന്നുണ്ട് കേട്ടോ. രാജേട്ടൻ എന്തോ തിരക്കാവല്ലോ. അപ്പോൾ സഞ്ജുവോട് ചോദിക്കാം നമുക്ക്. സഞ്ജു, ഇതാണ് നമ്മളെ സഞ്ജു കേട്ടോ. പിന്നെ നിവേദം എന്ന് പറഞ്ഞ പോലെ KK ട്രേഡേഴ്സിൻ്റെ കൊച്ചുമുതലാളി. അപ്പോൾ വാർഷികമെല്ലാം കഴിഞ്ഞിട്ട് എന്നാണ് നിങ്ങളെ ഒരു വാർഷികമെല്ലാം കഴിഞ്ഞ് ഗംഭീരമായിട്ട് വാർഷികം കഴിഞ്ഞ് നമ്മളെ ഫുൾ ജോളി ടീമിൻ്റെ സീനിയർ മെമ്പർമാരായാലും നമ്മളെ പോലത്തെ കുട്ടികളായാലും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് പരിപാടി നല്ല അതിഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു. അപ്പോൾ നമ്മളെ മുഴുവൻ നാട്ടുകാരെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ വെച്ചാൽ ഒത്തൊരുമ ചില സ്ഥലങ്ങളിലെല്ലാം ഇതുപോലത്തെ വിചാരിച്ചാൽ അപ്പുറമായിരുന്നു നമുക്ക് കിട്ടിയ ഒരു സപ്പോർട്ട്. അതെ, ഈ ഒരു സപ്പോർട്ട് വിചാരിച്ചിട്ടില്ല എന്നല്ല, നമ്മൾ ഉള്ളിൽ വിചാരിച്ചതിനെക്കാട്ടും അപ്പുറം എത്രയോ ബെറ്റർ ആയിട്ടാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ അതുമാത്രമല്ല, പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗംഭീരമായി. അതിന് മിച്ചം വന്ന ചെറിയൊരു ഫണ്ട് നമ്മൾ കൈമൊന്നും ഇടേണ്ടി വന്നിട്ടില്ല. നമ്മൾ വിചാരിച്ച ഒരു ബഡ്ജറ്റിൽ നമുക്ക് പരിപാടി മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റീന്. അപ്പോൾ അതിന് ചെറിയൊരു പൈസ, ഇതൊന്നുമല്ല, ചെറിയൊരു എമൗണ്ട് നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മൊത്തം എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണ്. ഇതുപോലെ പാവപ്പെട്ട കുറച്ച് അമ്മമാരുണ്ട്, നമ്മളെ അമ്മമാരെ പോലത്തെ അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുക്കാന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത്. സംബന്ധിച്ച് നമ്മൾ സജേട്ടൻ്റെ അടുത്ത് ഫുഡ് പറഞ്ഞിരുന്നു. അപ്പോൾ സജേട്ടൻ നമുക്ക് ഫുഡ് റെഡിയാക്കി തന്നത്. അപ്പോൾ ആ ഫുഡും കൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കലാണ്. നമ്മൾ ആൾക്കാർ കുറച്ച് കുറവുണ്ട്, ഫുൾ ജോളി ടീം എല്ലാവരും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും ഉണ്ട് കാക്കീന്. അപ്പോൾ വിചാരിക്കാണ്ട് കുറച്ച് ആൾക്കാർക്ക് ഒഴിച്ചു വെക്കാൻ പറ്റാത്ത ചില പരിപാടിയായി പോയി. അതുകൊണ്ട് നമ്മൾ ഒരു 5-6 ആളെ ഒതുങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉള്ളാളെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കാം. നിങ്ങളന്ന് പരിപാടി കണ്ടല്ലേ, ഇതൊന്നല്ല കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, കുറേ ആള് മിസ്സിങ് ആണ്. എല്ലാവരും ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മളെല്ലാം വെച്ചത് പരിപാടി. പക്ഷെ ഉള്ളാളെ വെച്ച് ഓണം പോലെ ആക്കാം നമുക്ക്. അങ്ങനെ പറയാൻ നമ്മൾ ഇവിടെ എത്തി കേട്ടോ. ഫുഡെല്ലാം എടുത്തിട്ട് നമ്മളെ കൂടെ പകുതിക്കുന്ന മണിയൻ്റെ ആട്ടെ സിജാട്ടിനും കയറി കേട്ടോ.
ഫുൾ ജോളി ടീമിൻ്റെ താരങ്ങളാട്ടാ. കുറേ ആൾ കുറവുണ്ട്. എടാ ആദർശ് പോയാ? പോയല്ലേ? പക്ഷേ നമ്മുടെ കൂടെ ഉള്ള ഇവരെ നിങ്ങൾ അറിയുമോ? അറിയുമോ? ഈ ചേട്ടനെ മാത്രമേ അറിയുള്ളൂ? ഈ ചേട്ടന് ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇതിനെ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ അല്ലേ? അതുകൊണ്ടാ ഇവരൊക്കെ നമ്മുടെ ഇവിടെ പല പ്രാവശ്യം വന്നു. ഇവരെല്ലാവരും ഇവരുടെ പേരറിയാമോ? ഇവരൊരു ടീമാ. അറിയാമോ? ഇവരുടെ ഈ കൂട്ടായ്മയുടെ പേരാണ് ഫുൾ ജോളി ടീം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇവരെപ്പോഴും ഫുൾ ജോളിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ, ഇവരെപ്പോഴും നോക്കിക്കേ, ഇവരുടെ എല്ലാം മുഖത്തോട്ട് നോക്കിയേ, എല്ലാം ജോളിയായിട്ടല്ല ഇവർ നിൽക്കുന്നത്, ഫുൾ ജോളിയിലാണ്. അപ്പം നമ്മളെ ഇങ്ങനെ ഫുൾ ജോളിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവർ വന്നിരിക്കുന്നത്. നല്ല വെജിറ്റബിൾ ബിരിയാണി എല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഫുൾ ജോളിയാകാം അല്ലേ? അപ്പം നമുക്ക് ഇവർക്ക് നന്ദി പറയാം. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് നല്ല നിങ്ങളെ ജോളിയാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നു. അങ്ങനെ ഇപ്പം ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നതാകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ? അല്ലേ? അപ്പം അങ്ങനെ ഇവർ നമ്മളെ ജോളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പം നമുക്ക് ഇവർക്ക് പ്രത്യേകം നന്ദി പറയാം. ഇവരുടെ ഈ നല്ല മനസ്സിന്, ഇങ്ങനെ ഒരു നല്ല മനസ്സൊക്കെ ദൈവം അവർക്ക് കൊടുത്തുകൊണ്ടല്ലേ അല്ലേ? അപ്പം നമുക്ക് ആദ്യം ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം ഇവർക്കെല്ലാവർക്കും നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ സംരംഭങ്ങളും നല്ല ദൈവാനുഗ്രഹമുള്ളതാകാനായിട്ട്, അനേകർക്ക് നല്ല ഒരുപാട് അനുഗ്രഹമാകാനും, അനേക കാര്യങ്ങൾക്ക് നല്ല ജോലിയാകാനും, അതായത് മനസ്സുകൊണ്ട് അവരുടെ എല്ലാം മനസ്സെല്ലാം നിറയാൻ വേണ്ടിയിട്ട് ഇവർക്ക് അനുഗ്രഹം ധാരാളമായി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാത്രമല്ല, ഇവർ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ എല്ലാവർക്കും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇവർ ചെയ്യുന്നുണ്ട് കാരുണ്യ പ്രവർത്തികൾ. അപ്പം അതുകൊണ്ട് ഇവരുടെ ഈ നല്ല കാരുണ്യ പ്രവർത്തികൾ, ഇതുപോലെ നല്ല യൂത്തായിട്ടുള്ളവർ ഇങ്ങനത്തെ ഒരു നല്ല കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്ക് നല്ല ആശംസകൾ നേരുന്നു. ഇനിയും നിങ്ങൾ ഇങ്ങനെ കുറേ പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
അച്ചാറിനും സലാസിനും. ചങ്ങായി പറയാം, അവരെല്ലാം ഭക്ഷണം കഴിച്ചെത്താം. ഇവർ നമ്മളെ ഭക്ഷണം കഴിക്കാണ്ട് വിടുന്നില്ല. അതുകൊണ്ട് ഏതായാലും നമ്മളും കുറച്ച് കഴിക്കാൻ വിചാരിച്ചു. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം എല്ലാം കൊടുത്ത് നമ്മൾ പാത്രം എടുത്തിട്ടാ, കാലിപ്പാത്രം. അപ്പൊ ശരി, എവിടെയെങ്കിലും വെച്ച് കാണാം. നമ്മളെ വിഷ്ണു കേക്കാണ് വണ്ടി എടുക്കുന്നത്. അപ്പൊ ചങ്ങായിമാരെ നമ്മള് ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് പിന്നെ കുടിക്കോട്ടൊക്കെ എത്തിയട്ടാ. വെഹിക്കിലുള്ള കാണാനില്ല, അതിന്റെ പരാതി നമുക്ക് തീർത്തും. അപ്പൊ ഭക്ഷണം കൊടുത്തതിന് നമ്മളെ ഫുൾ ജോൾ ടീമിലെ എല്ലാവർക്കും നന്ദി വരുന്നത്. അങ്ങനെ നാട്ടുകാരോട് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇല്ലാത്ത കുറെ ആളില്ല, അതുകൊണ്ടാണ് കേട്ടോ. വേറെ എന്താ പറയാനുണ്ടോ നിങ്ങൾക്ക്? ഫുൾ ജോൾ ടീം കുറെ ആൾക്കാർ കാര്യമായതുകൊണ്ട് കുറെ ആൾ ഇല്ല. അവിടെ നമ്മൾ ഉള്ളാൾ വെച്ചിട്ട് സംഭവം കൊണ്ടു കൊടുത്തെല്ലാം നിർത്തി കൊടുത്ത് വിളമ്പി കൊടുത്ത് വരുന്നപ്പോ വേറെ നമുക്ക് ഏറ്റവും ദിവസം അടിപൊളിയായി. മണിനട്ട നമ്മളിവിടെ പിന്നെ എപ്പോ ഉണ്ടാകലുണ്ട് കൂടെ, പക്ഷെ നമ്മളിവിടെ വരാൻ പറ്റില്ല, എന്തെങ്കിലും സാഹചര്യം ശരിയായി. അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി കേട്ടാ. അവിടുത്തെ അവരെ നമ്മൾ കുറെ പ്രാവശ്യമായിട്ട് പോകുന്നുണ്ട്, നല്ല സ്വീകരണമായിരുന്നു. നമുക്ക് ഉള്ളിൽ നിന്ന് ഭക്ഷണം തന്ന് പിന്നെ അവർക്കും അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. ബൈ പറഞ്ഞേ. ബൈ ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം